ഹായ് ഗായ്സ്, ഇന്ന് നമ്മള് എവിടെ പോവാണ്? ഡൽഹിയിലേക്കും പിന്നെ കുറച്ച് സ്ഥലത്തേക്ക് നമ്മളിന്ന് ഫാമിലി എല്ലാവരുമായിട്ട് ട്രിപ്പ് പോവാണ്. എന്താ പറയുക, ഡൽഹി, ആഗ്ര, കാശ്മീർ പോകാനേന് വിചാരിച്ചത്. പക്ഷെ കാശ്മീർ താൽക്കാലികമായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന തോന്നുന്നത്. കാശ്മീരിന് പകരം മണാലി, ജയ്പൂർ അങ്ങനെ ഒരു 2 ആഴ്ചത്തെ യാത്ര പോവാണ് അല്ലേ. നമ്മളെല്ലാവരും ഉണ്ട്. റനുണ്ട്, ആലിബുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, റക്കീബുണ്ട്, പൊട്ടുണ്ട്, ചെറുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതിനെ കൂടെ പറഞ്ഞതാ. എന്താ കുഞ്ചിനൊരു ഉഷാറില്ലാത്ത? അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് വ്ളോഗുമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്തിലെ ഓരോ മനോഹരമായ കാഴ്ചകളും നിങ്ങളെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരുപാട് വ്ളോഗ്സ് നമ്മൾ യൂട്യൂബ് ചാനലിൽ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം. ഓക്കെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നല്ല രണ്ടു ട്രെയിനും കാത്തിട്ട് ഇതവിടെ ഇങ്ങനെ ഇരിക്കുക. ഹലോ, ഉമ്മൻ്റെ യാത്രയെ പറ്റി പറയാനുള്ളത്, നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. 2 ആഴ്ചത്തെ യാത്രയാണ് കേട്ടോ. നമുക്കത് കുറവാണ്. ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. RAC ആണ് കിട്ടിയത്. 6 ആൾക്കാരുണ്ട്. RAC ആണ് കൺഫേം ആയിട്ടുള്ളത്. എന്താ സ്ഥിതി എന്നറിയില്ല. കയറി നോക്കട്ടെ. ഇനി എത്തേണ്ട അവസ്ഥ. അങ്ങനെ അപ്പം ഇനി നമ്മളെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹായ് പറയും. ഇങ്ങനെ നമ്മളിതാ ട്രെയിനിലെത്തി. ഇതാ ഒരാളട്ടത്ത് കയറിയിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. RAC ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി TTR വന്നിട്ട് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പം ഇനി ഡൽഹിയിൽ നിന്ന് കാണാം. അതാ നല്ലത്. ഗൈസ്, 12 മണി കഴിഞ്ഞിട്ട് ഈ സാധനം ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇത് നോക്ക് ഇതിൻ്റെ അവസ്ഥ. ഇതാ നല്ലതിൽ എന്താ സുഖം ഉറങ്ങാൻ. 12 മണി കഴിഞ്ഞ്. അയ്യോ, അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞോടെ. അയ്യോ, ഇത് വ്ളോഗാണ്. നാളെ ഡൽഹിയിൽ എത്തിയിട്ട വ്ളോഗ് ഇതാക്കുള്ളൂ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മളെ 12 മണിക്ക് ഉറങ്ങിയിട്ടേ പോലും. നമ്മൾ ഉറങ്ങിയാലും 5 മണിക്കല്ലേ. ഉമ്മാവത് അവിടെ ഇങ്ങനെ ചിരിക്കും. ഇവിടെ ഇത് കുറേ ദിവസത്തിന് ശേഷം, ഒരുപാട് വർഷത്തിന് ശേഷം ട്രെയിനിൽ കയറി. ഇതിന് ഉത്സവം മാതിരി ശരിക്കും പറയുകയാണെങ്കിൽ. ഓണത്തിന്റെ ഉത്സവം. ആദ്യം ഈ ഒന്ന് ഉറങ്ങ്. അപ്പൊ നമ്മള് TTR ഇവിടെ വന്ന് കൊണ്ടുപോകണം. അപ്പൊ അതാ ശരിയുള്ള കാര്യം. പിന്നുള്ള കാര്യമല്ലേ, ഇന്ന് വലുത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യം നടന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഓഫ്ലൈനിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്ത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ, ഇത്രയും കാലം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഞാൻ എന്താണെന്നറിയില്ല. ഇപ്രാവശ്യം ഞാനത് ഓഫ്ലൈനിലാണ് ബുക്ക് ചെയ്തത്. ഓഫ്ലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കയ്യിൽ സൂക്ഷിക്കണം. അതിൻ്റെ സോഫ്റ്റ് കോപ്പി വേണം, മസ്റ്റാണ് എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ എന്ത് പണി ചെയ്തു, ടിക്കറ്റ് എൻ്റെ ഫോട്ടോ, ഒറിജിനൽ ഫോട്ടോ ഒക്കെ മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. TTR വന്ന് ചോദിച്ചു ടിക്കറ്റ് എവിടെയാണ്. അപ്പം ഞാൻ മൊബൈലിൽ വലിയ കാര്യത്തിൽ, നമ്മളിപ്പോൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ മൊബൈലല്ലേ കാണിച്ചു കൊടുക്കുക, അതേമാതിരി കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു പറ്റൂല, ഒറിജിനൽ തന്നെ വേണം, അതിൻ്റെ സോഫ്റ്റ് കോപ്പി മസ്റ്റാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് ആ എമൗണ്ട് അടിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അവസാനം കുറേ ഇതൊക്കെ പറഞ്ഞ് നിന്നിട്ട്, 1 മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ, കുറേ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു ഇതും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പം അടിച്ച എത്ര എമൗണ്ട് ആണോ അത്രയും എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടി വന്നു. ഏകദേശം 16,000 രൂപ ഇങ്ങോട്ടേക്ക് വീണ്ടും നമ്മൾ കൊടുത്തിട്ട് വീണ്ടും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. അതായത്
ഒരു സ്ഥലത്തേക്ക് 2 പ്രാവശ്യം ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പം എന്നെപ്പോലെ ഇതേമാതിരി സോഫ്റ്റ് കോപ്പി ഒറിജിനൽ ടിക്കറ്റ് കയ്യിൽ സൂക്ഷിക്കേണ്ട എന്നുള്ള വിചാരമുള്ള ആൾക്കാർ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ടിക്കറ്റ് എടുത്താൽ മസ്റ്റായിട്ടും ഒറിജിനൽ ടിക്കറ്റ് നമ്മളെ കയ്യിൽ വേണം എന്നുള്ളത്. ഇതിനെന്തോ വട്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ തിരിച്ചൊരു കാര്യം കൂടി ഉണ്ട്, ഇങ്ങോട്ടേക്കുള്ള അതായത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റും ഞാൻ സെയിം അവസ്ഥയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ അവർ പറഞ്ഞു എന്നോട്, ഡൽഹിയിലെത്തിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ലോസ് ആയതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം കയ്യിലില്ല, എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം. ടിക്കറ്റ് നഷ്ടപ്പെട്ടു, അതാണ് എൻ്റെ അടുത്ത് സംഭവം. അപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് എന്ത് കളിക്കുന്നു പൊന്നു, ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് അപ്പോൾ അവർ തരും. അത് അതിൻ്റെ ഒരു മെസ്സേജോ അങ്ങനെ എന്തോ പറഞ്ഞു. അതുണ്ടെങ്കിൽ എന്തോ ചെറിയൊരു എമൗണ്ട് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഗൈസ്, നല്ലോണം എൻ്റെ അടുത്തേക്ക് ഇട്ടു കേട്ടോ. എന്ത് കുരുത്തക്കേടാ കളിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് അടിക്കേണ്ട, തിരിച്ചു വരുമ്പം അതിലെങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പോലെ പൊട്ടത്തരം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടാണ്, ഇങ്ങോട്ട് ഉപകാരപ്പെട്ടോട്ടെ. എന്നെപ്പോലെ ആരും പൊട്ടത്തരം ചെയ്തിട്ട് ഇനി ട്രെയിനിൽ കയറരുത്. എന്നെപ്പോലെ പൊട്ടത്തരം ചെയ്ത് ആരും കയറില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതാ. അപ്പം ശരി കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മര്യാദയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇതൊക്കെയായിരുന്നു അവസ്ഥ. ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒരു 16,000 രൂപ കൈമെന്ന് പോകുമ്പോഴുള്ളൊരു അവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിന് പുറമെ എന്താ പറയുക, നമ്മളത് RECക്കിലായിട്ട് ചോദിച്ചാൽ ആലിമിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് അതിൻ്റെ എന്താണെന്നറിയില്ല, കുറച്ച് പൈസ പോവാനുള്ള യോഗമുണ്ട്, അങ്ങനെ പോയി കിട്ടി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ കാണാം. അപ്പം ഡേ 1 ആണ്. അപ്പം നാളെ കാണാം. എന്തായാലും കുറേ വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എടുക്കാൻ പറ്റുമെന്ന് അറിയാം, എടുക്കാം. എൻ്റെ മോൾ അവിടെ കയറണ ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇത് കേറാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ല മമ്മ പറയും മമ്മ എന്താ പറയാ വന്നില്ല. അപ്പൊ കേറാൻ വേണ്ടി ചെയ്യേണ്ടി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് കേറാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഈ 2 കമ്പി പിടിക്കണം. എന്നിട്ട് ഒന്നിന് കാലച്ചിട്ട് മറ്റേ സ്പൈഡർമാന്റെ പോലെ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചവിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്പൈഡർമാന്റെ പോലെ കയറിയിട്ട് സ്പൈഡർമാൻ പണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരി. ഇനി മതി, ഞാൻ നിർത്താൻ പോവാ. ഓരോരുത്തർക്ക് ഇങ്ങനെ പോയിട്ട് ശരി ശരി ഓക്കെ. ഹലോ ഗൈസ്, അപ്പം ഡേ 2 ആണ് കേട്ടോ നമ്മളുടെ. ഇന്ന് ട്രെയിനിലെ 2ാമത്തെ ദിവസമാണ്. കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ നല്ല ടയർഡാണ്. പിന്നെ നല്ല പൈസ പോയതിൻ്റെ സങ്കടം വേറെയും ഉണ്ട്. അതുകൊണ്ട് നമ്മളധികം വീഡിയോ എടുത്തില്ല. കൂടുതൽ വീഡിയോസിൻ്റെ കാഴ്ചകളുമായി നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് ഡൽഹി, അജയ്പൂർ, മണാലി ഇങ്ങനെയൊക്കെയുള്ള എന്തിനാ ഇത് വ്യൂ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഡൽഹിയിൽ 3rd ആണ്. 1 hour ലേറ്റ് കാണിക്കുന്നുണ്ട് ട്രെയിന്. എന്താ അറിയില്ല, ഇവിടെ സമയം ഇപ്പോൾ 11 മണി. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. വെയിലെന്ന് പറഞ്ഞ സാധനമില്ല. ഒരു മിനിറ്റ്. അപ്പോൾ അതാ ട്രെയിനിൽ നിന്ന് ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ചതാണ്. സാധാരണ നമ്മൾ സ്വിഗ്ഗിയിൽ നിന്നാണ് വാങ്ങിക്കൽ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇത് ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച് 2 കൊണ്ട് കളഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ സ്വിഗ്ഗിയിലാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വിഗ്ഗിയിൽ നോക്കിയപ്പം നിസാമുദ്ദീനിലാണ് ലാസ്റ്റ് സ്റ്റേഷൻ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ ഇറങ്ങുന്ന സ്ഥലം അതാണ്. അപ്പോൾ പിന്നെ ഇതിലെ കൂടെ വന്നപ്പോൾ ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കണ പൊന്നൂസ് എവിടെ? പൊന്നൂസൊക്കെ നല്ല ഉറക്കാറായി. അലിബും മോനുമെല്ലാം നല്ല ഉറക്കം, ഞാനൊന്ന് മാത്രമേ എണീറ്റിട്ടുള്ളൂ. അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഡൽഹിയിലെത്തിയിട്ടപ്പോൾ കാണാൻ കുഞ്ചു ഉച്ച 1 മണിക്ക് എണീറ്റ് പല്ലേക്കാൻ പോണം. വന്നാല് എന്നോട് ദേഷ്യം പിടിച്ച് നിൽക്കാം. 1 മണിക്ക് വിളിച്ച് പല്ലേക്കാൻ പറഞ്ഞതിന്. കുഞ്ചു രാവിലെ പല്ല് തേച്ചിട്ട് എന്താ കഴിക്കുന്നത്? നമ്മളിതാ
ഡൽഹി സ്റ്റേഷനിലെത്തി. ഇവിടെ അധികം ഫോൺ യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ടൈമുണ്ട്. അപ്പം റൂമിലെത്തിയിട്ട് കാണാം. ഇങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തി. ഇതാണ് റൂം. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബൈ പറഞ്ഞോളൂ കുഞ്ഞാ. ഫാൻ ഓഫ് ആയിക്കാളെ. ബൈ 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 ബൈ.